ഉമർ മൗലവിയുടെ റഹ്മഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 559, സൂറത്തുർ റാഅദ് ആയത്തുകൾ 12 മുതൽ 20 വരെ, പേജ് നമ്പർ 865. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ യുരീഖുമുൽ ബർഖ ഖൗഫൻ വതമഅൻ വയുൻശിഉസ് സഹാബസ് സിഖാൽ ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. له دعوة الحق والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. ولله يسجد من في السماوات والأرض طوعا وكرها وظلالهم بالغدو والآصال. قل من رب السماوات والأرض قل الله. قل أفاتخذتم من دونه أولياء لا يملكون لأنفسهم نفعا ولا ضرا. قل هل يستوي الأعمى والبصير أم هل تستوي الظلمات والنور أم جعلوا لله شركاء خلقوا كخلقه فتشابه الخلق عليهم. قل الله خالق كل شيء وهو الواحد القهار. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل. فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب الذين يوفون بعهد الله ولا ينقضون الميثاق. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 560, സൂറത്തുർ റാഅദ് ആയത്ത് 12, പേജ് നമ്പർ 865. ഹുവല്ലദീ യുരീക്കുമുൽ ബർഖ ഖൗഫൻ വതമഅൻ. നിങ്ങൾക്ക് ഭയവും ആശയും ജനിപ്പിക്കത്തക്ക വിധം മിന്നൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നവനാണവൻ. പേജ് നമ്പർ 866. മിന്നൽ പിണർ കാണുമ്പോൾ അത് ബാധിക്കുന്നതിനെ പറ്റിയുള്ള ഭയവും മഴയെപ്പറ്റിയുള്ള ആശയും നിങ്ങൾക്കുണ്ടാകുന്നു. ഈ ആശ ജനിപ്പിക്കുന്നതും ഭയം ജനിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ്.
വയുൻഷിഉ സ്സഹാബ സിഖാൽ, ഘനമുള്ള മേഘത്തെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്നത് അവനാണ്. ആയത്ത് 13. വയുസബ്ബിഹു റഅദു ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം പ്രകീർത്തിക്കുന്നു. വൽ മലായികതു മിൻ ഖീഫതിഹി, അവനെപ്പറ്റിയുള്ള ഭയം നിമിത്തം മലക്കുകളും അവനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നു. വയുർസിലു സ്സവായിഖ, അവൻ ഇടിവാളുകൾ അയക്കുകയും ചെയ്യുന്നു. ഫയുസീബു ബിഹാ മൻ യശാ, അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവ ഏൽപ്പിക്കുകയും ചെയ്യും. വൈദ്യുത ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലും അന്തരീക്ഷത്തിലൂടെ വൈദ്യുത ചാർജുകൾ പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന അഗ്നിസ്ഫുലിംഗങ്ങളാണ് മിന്നൽ. അപ്പോഴത്തെ ശബ്ദമാണ് ഇടിനാദം. രണ്ടും ഒരേ സമയത്താണ് ഉണ്ടാകുന്നതെങ്കിലും മിന്നൽ പ്രകാശമാണ് ആദ്യം കാണുന്നത്, പിന്നീട് ഇടിനാദം കേൾക്കും. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നാം മിന്നൽ ആദ്യം കാണുന്നത്. അതുകൊണ്ടാവാം മിന്നലെ പറ്റി ആദ്യവും ഇടിനാദത്തെപ്പറ്റി രണ്ടാമതും പറഞ്ഞത്. ഒരു സെക്കൻഡിൽ ശരാശരി 100 മിന്നലുകൾ ഉണ്ടാകുന്നു. ഒരു സെക്കൻഡിൽ ശരാശരി 100 മിന്നലുകൾ ഉണ്ടാകുന്നുണ്ടത്രേ. അന്തരീക്ഷത്തിൽ ദിവസേന 30 ലക്ഷം മിന്നലുകൾ. കടലിലേതിനേക്കാൾ 10 ഇരട്ടി കരയിലാണ് മിന്നലുണ്ടാകുന്നത്. അപ്പോഴത്തെ ശബ്ദമാണ് ഇടിനാദം. ഇതൊരു സാമാന്യ വിശദീകരണമാണ്. എന്നാൽ സൂക്ഷ്മവും കൃത്യവുമായി ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ഇന്നും സാധ്യമായിട്ടില്ല. എങ്ങനെയാണ് മേഘങ്ങളിൽ വൈദ്യുതി ഉണ്ടാകുന്നത്? 5-6 തരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ടെങ്കിലും ഒന്നും പൂർണ്ണമല്ലത്രേ. വായുവിലെ നൈട്രജൻ, ഓക്സിജൻ, ജലതന്മാത്രകൾ എന്നിവയെ മിന്നൽ വിഘടിപ്പിച്ച് ശരാശരി ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വീതം നീക്കം ചെയ്യപ്പെടുന്നു. ഇതുമൂലം സസ്യങ്ങൾക്ക് ആവശ്യമായ നൈട്രജൻ മിശ്രിതങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഒരു വർഷത്തിൽ ഇങ്ങനെ ശരാശരി 10 കോടി ടൺ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നൈട്രജൻ മിശ്രിതങ്ങൾ ഉണ്ടാകുന്നു. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവളങ്ങളുടെ 10 ഇരട്ടിയാണിത്. ഭയമുണ്ടാക്കുന്ന മിന്നൽ പോലും ജീവജാലങ്ങൾക്ക് ഉപകരിക്കുന്നു. സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഇടിയും മിന്നലും വഴിയുള്ള സ്തുതികീർത്തനങ്ങളെ എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ചില സന്ദർഭങ്ങളിൽ മിന്നലേറ്റ് അത്യാഹിതങ്ങൾ സംഭവിക്കാറുണ്ട്, എല്ലായ്പ്പോഴുമില്ല. അവൻ ഉദ്ദേശിക്കുന്നവരെ അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാകാം. ഇടിനാദം കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ആപത്തിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിച്ചിരുന്നു. സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി, അവനെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദം പ്രകീർത്തിക്കുന്നു. അവൻ സർവോന്നതനത്രേ, അവനെപ്പറ്റിയുള്ള ഭയം നിമിത്തം മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു. വഹും യുജാദിലൂന ഫില്ലാഹി, അല്ലാഹുവിനെ സംബന്ധിച്ച് അവർ തർക്കിക്കുന്നു. പേജ് നമ്പർ 867. വഹുവ ശദീദുൽ മിഹാൽ, അല്ലാഹു ആകട്ടെ ശക്തനായ തന്ത്രശാലിയാകുന്നു. ആയത്ത് 14. ലഹു ദഅവത്തുൽ ഹഖ്, അവനോടുള്ളത് മാത്രമാകുന്നു ന്യായമായ പ്രാർത്ഥന. സ്വയം നേടാൻ കഴിയാത്ത ആവശ്യങ്ങളും സ്വയം തടുക്കാൻ കഴിയാത്ത അപകടങ്ങളും ഉണ്ടല്ലോ. ഈ 2 അവസരങ്ങളിലും നാം എന്തു ചെയ്യും? ഉദാഹരണം, നമുക്ക് മഴ കിട്ടാതെ ജീവിതം സാധ്യമല്ല. അതുപോലെ ഭൂകമ്പം, കൊടുങ്കാറ്റ് മുതലായ അപകടങ്ങൾ ഒഴിവാക്കുകയും വേണം. എന്തു ചെയ്യും? പ്രാർത്ഥിക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല. മനുഷ്യർ പലരോടും പ്രാർത്ഥിക്കുന്നു. കഴിവുള്ളവരോടും യാതൊരു കഴിവുമില്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ചിലർ ലക്ഷ്യമില്ലാതെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ ആരോടെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അവരൊന്നും മേൽപ്പറഞ്ഞ സംഗതികൾ ചെയ്യാമെന്നോ അപകടങ്ങൾ തടുക്കാമെന്നോ ഇക്കാലം വരെ അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ശരിയായ പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. കാരണം പ്രാർത്ഥിക്കുന്നവരുടെ അപേക്ഷ സ്വീകരിക്കുവാൻ കഴിവുള്ളവനായി അവൻ മാത്രമേയുള്ളൂ. ചിലപ്പോൾ നാവുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കാത്ത അവസരത്തിൽ ഉയരുന്ന കേവലം മാനസികമായ പ്രാർത്ഥന വരെ അവനറിയും. യുക്തം പോലെ വേണ്ടത് ചെയ്യും. മറ്റുള്ളവരെല്ലാം യാതൊരു കഴിവുമില്ലാത്തവരാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അള്ളാഹുവിന് പുറമെ മനുഷ്യർ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ഇവർക്ക് യാതൊരു ഉത്തരവും ചെയ്യുന്നവരല്ല. ഇവർ പ്രാർത്ഥിക്കുന്നത് ആവശ്യം അനിവാര്യമായപ്പോഴാണ്. ആവശ്യം നിറവേറ്റിക്കൊടുക്കുവാൻ അതിന് അവർക്ക് യാതൊരു കഴിവുമില്ല. ഇക്കാര്യം അവർ അറിയുകയുമില്ല. ഇന്നത് ഇന്നവൻ പ്രാർത്ഥിച്ചു, ഇന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നറിയണ്ടേ? അതുപോലുമില്ല. വെള്ളം വായിലേക്ക് എത്തുവാൻ വേണ്ടി വെള്ളത്തിൻ്റെ നേരെ 2 കൈപ്പത്തിയും നീട്ടിപ്പിടിക്കുക.
വെള്ളം വായിലേക്ക് എത്തുന്നുമില്ല. അങ്ങനെയുള്ളവനെ പോലെയാ അല്ലാതെ ദാഹിച്ചു വലഞ്ഞ് വെള്ളം എടുത്തു കുടിക്കാൻ വേണ്ടി രണ്ട് കൈയും നീട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുക, വെള്ളം വായിലേക്ക് എത്തുമോ? അള്ളാഹു അവർ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥക്ക് ഉപമയാണിത്. അവിശ്വാസികളുടെ പ്രാർത്ഥന കേവലം നഷ്ടത്തിൽ തന്നെ, പ്രാർത്ഥിച്ചിട്ട് കാര്യം നിറവേറുന്നില്ല, നരകം സമ്പാദിക്കുകയും ചെയ്തു. ഇതിലപ്പുറം നഷ്ടമെന്ത്? മുഹീദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവന്റെ വിചാരം ഷെയ്ഖ് അവർകൾ അത് കേൾക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ കേൾവിക്ക് അടുത്ത്, അകലെ, ഉറക്കെ, പതുക്കെ എന്ന വ്യത്യാസമില്ല. അതുപോലെ മരണപ്പെട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഖ് കേൾക്കുമെന്ന് കരുതിയവൻ കാഫിറാണ്. പിന്നെ പ്രാർത്ഥിച്ചവൻ്റെ ആവശ്യം അറിയണമല്ലോ. കോടിക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരുടെയും ആവശ്യം വേറെ വേറെ, ഭാഷകൾ വിവിധങ്ങൾ, ചിലരുടെ പ്രാർത്ഥന കേവലം മാനസികം. ഇതെല്ലാം ശരിക്ക് വേർതിരിച്ചറിയണമല്ലോ. അള്ളാഹു അങ്ങനെ അറിയുന്നവനാണെന്ന് തീർച്ച. ഷെയ്ഖ് അവർകൾ അങ്ങനെ അറിയുമെന്ന് കരുതിയവൻ കാഫിറാണെന്ന് തീർച്ച. പിന്നെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ ഷെയ്ഖ് അവർകൾക്ക് കഴിവുണ്ടെന്നാണ് ചിലരുടെ വിശ്വാസം. അള്ളാഹു ഈ കഴിവുള്ളവനാണ്. ഷെയ്ഖ് അവർകൾക്ക് അങ്ങനെ കഴിവുണ്ടെന്ന് കരുതിയവൻ കാഫിറാണ്. ചില പുരോഹിതന്മാർ പറയുന്നു, പേജ് നമ്പർ 868, ഷെയ്ഖിന് കഴിവില്ല, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിവുണ്ടെന്ന്. അതും അടിസ്ഥാനരഹിതമാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4ാമത്തേതായി ഒന്നുകൂടിയുണ്ട്, അതായത് ഇത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അബൂ ദാവൂദ് 1481. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിൽ പല ആയത്തുകളിലും അത് തെളിയിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനെ ആരാധിച്ചു. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഷെയ്ഖിനെ ആരാധിച്ചു. ഈശോ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈശോയെ ആരാധിച്ചു. ആകയാൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ എന്ന് ഒരു വട്ടം പ്രാർത്ഥിച്ചാൽ 4 വട്ടം കാഫിറായി. ഇത്ര അപകടകരമായ ഈ പ്രാർത്ഥന അനുവദനീയമാണെന്ന് പറയുന്നവരെ പോലെ വഴി പിഴച്ചവരാരുണ്ട്? ഹൃദയം മലീമസമായി പോയ ചിലർ പറയുന്നു, ഇത് പ്രാർത്ഥനയല്ല, ഇത് സഹായാർത്ഥനയാണ്. അത് എല്ലാവരോടുമാകാം. അങ്ങനെ പോകുന്നു അവരുടെ ദുർന്യായങ്ങൾ. നരകത്തിലെത്തോളം ഉണ്ടാകും ഈ പറച്ചിൽ. ഇപ്പോഴത്തെ വലിയൊരു അത്ഭുതം, ഇതിന് ഖുർആനിൽ തെളിവുണ്ടത്രേ. മുമ്പൊരു വാദപ്രതിവാദത്തിൽ ഖുർആനിൽ ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖുർആനിൽ അത് വിരോധിച്ചതായി തെളിവില്ല, അതുകൊണ്ട് അനുവദിച്ചതായി മനസ്സിലാക്കണം എന്നായിരുന്നു മറുപടി. രാത്രി 9 മണിക്കാണ് ചോദ്യം ഉന്നയിച്ചത്. കേരളത്തിലെ പ്രഗത്ഭരും പ്രമുഖരുമായ ധാരാളം മുസ്ലിയാക്കർ പങ്കെടുത്ത യോഗം. അവർ ദീർഘമായി കൂടിയാലോചനയും രഹസ്യ ചർച്ചയും നടത്തി പാതിരാക്കു ശേഷം 2.5 മണിക്കാണ് മേൽപ്പറഞ്ഞ മറുപടി പ്രഖ്യാപിച്ചത്. ഇപ്പോഴിതാ ഖുർആനിൽ തെളിവുണ്ടെന്ന വ്യാജം പറയുന്നു. പുരാതന കാലങ്ങളിൽ വേദവാക്യങ്ങളിൽ ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കലും മാറ്റിമറിക്കലും ചെയ്യലായിരുന്നു പതിവ്. പിശാചിൻ്റെ മിത്രങ്ങൾ ഇപ്പോൾ ഖുർആന്റെ അർത്ഥം മാറ്റുന്ന വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 561, പേജ് നമ്പർ 868, സൂറത്തുർ റഅദ് ആയത്ത് 15. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹാ. ആകാശങ്ങളിലും ഭൂമിയിലുള്ളവർ സ്വമനസ്സാലെയും നിർബന്ധിതമായും അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു. വദിലാലുഹും ബിൽ ഗുദുവി വൽ ആസാൽ. രാവിലെയും വൈകുന്നേരവും അവരുടെ നിഴലുകളും സാഷ്ടാംഗം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ചാണ് നിഴലുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നീളുന്നതും ചുരുങ്ങുന്നതും. അവരുടെ തീരുമാനമനുസരിച്ചല്ല, ഓരോന്നും തിരിയുന്ന ഭാഗത്തേക്കല്ല നിഴലുകൾ നീങ്ങുന്നത്. ആയത്ത് 16. ഖുൽ മർ റബ്ബുസ് സമാവാതി വൽ അർദി ഖുലില്ലാഹ്. പറയുക, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥൻ ആരാണ്? പറയുക, അള്ളാഹുവാണ്. ചോദിക്കപ്പെട്ടവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മറുപടി ചോദ്യകർത്താവ് തന്നെ പറയുകയാണ്. അവർ ആ മറുപടി തുറന്നു പറയാത്തത് അതിനെ തുടർന്ന് അവർക്ക് പ്രയാസം വരുമെന്നുള്ളത് കൊണ്ടാണ്. ഭൂരിപക്ഷവും ഒരു സർവേശ്വരനിൽ വിശ്വസിക്കുന്നവരുമാണ്. ഖുൽ അഫത്തഖ്തും മിൻ ദൂനിഹി ഔലിയാ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ദർറാ. പറയുക, അപ്പോൾ സ്വന്തത്തിന് യാതൊരു ഗുണമോ ദോഷമോ ഉടമയാക്കാൻ കഴിവില്ലാത്ത ഔലിയാക്കളെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ സ്വീകരിച്ചുവോ? സർവശക്തനായ അള്ളാഹുവിൻ്റെ രക്ഷയും സഹായവും തേടിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കൽ ഒഴിവാക്കി സ്വയം രക്ഷിക്കാൻ കഴിയാത്ത, അതായത് ഉപകാരം നേടാനോ ഉപദ്രവം തടുക്കുവാനും, ഉപകാരം നേടാനും ദോഷം തടുക്കുവാനും കഴിയാത്ത ഔലിയാക്കളോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ആണോ? ഇത് ഇത്ര വലിയ ബുദ്ധികേടാണ്.
പേജ് നമ്പർ 869. ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീറു, പറയുക കുരുടനും കാഴ്ചയുള്ളവനും സമമാകുമോ? അം ഹൽ തസ്തവി ദുരുമാതു വന്നൂർ, അഥവാ ഇരുട്ടുകളും വെളിച്ചവും സമമാകുമോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ വെളിച്ചമാണ്, നേർമാർഗം ഒന്നേയുള്ളൂ, ദുർമാർഗങ്ങൾ അനവധിയാണ്. വെളിച്ചം ഏകവചനമായും ഇരുട്ടുകൾ ബഹുവചനവുമായാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അം ജഅലൂ ലില്ലാഹി ശുറകാഅ, അഥവാ അവർ അള്ളാഹുവിന് ചില പങ്കുകാരെ ഉണ്ടാക്കിയോ? അള്ളാഹു സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ച് അങ്ങനെ ഇരു വിഭാഗത്തിൻ്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതെ ആയതോ? പറയുക, അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ്, അവൻ ഏകനും അടക്കി ഭരിക്കുന്നവനുമാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നവർ ബുദ്ധി നശിച്ചവരാണെന്ന് വ്യക്തമാക്കുകയാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് ആരാണെന്ന് അവരോട് ചോദിക്കാൻ കൽപ്പിച്ചു. ചോദ്യകർത്താക്കളും ഉത്തരം പറയേണ്ടവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമായതുകൊണ്ട് ചോദ്യകർത്താവ് തന്നെ മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെ അള്ളാഹുവിനെ മാത്രമല്ലേ ആരാധിക്കേണ്ടത്? എന്നാൽ നിങ്ങൾ ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അവരെ വിളിച്ചു തേടുന്നത് എന്തിന്? ഔലിയാക്കളാകട്ടെ അവരെ തന്നെ രക്ഷിക്കാൻ കഴിയാത്തവരാണ്. അവർ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അപകടങ്ങൾ ഒഴിവാക്കുവാനോ കഴിയുന്നവരുമല്ല. നിങ്ങളുടെ കാര്യം നോക്കാൻ പിന്നെ എങ്ങനെ അവർക്ക് കഴിയും? ബഹുദൈവാരാധകൻ ഏകദൈവാരാധകനെ പോലെ ഒരിക്കലുമല്ല. കുരുടനും കാഴ്ചയുള്ളവനും സമമല്ലല്ലോ. ബഹുദൈവ വിശ്വാസം ഇരുട്ടുകളും ഏകദൈവ വിശ്വാസം വെളിച്ചവുമാണ്. അത് രണ്ടും ഒരിക്കലും സമമാവുകയില്ല. അഥവാ അള്ളാഹുവിന് പങ്കുകാരായി ഇവർ സ്വീകരിച്ച ഈ ഔലിയാക്കൾ അഥവാ നേർച്ചക്കാർ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ വല്ല വസ്തുവും സൃഷ്ടിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെതും ഇവരുടേതും വേർതിരിച്ചറിയാൻ കഴിയാതെ ആയിപ്പോവുകയും ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച അള്ളാഹു ഏകനാണ്, സർവത്തെയും അടക്കി ഭരിക്കുന്നവനും അവൻ തന്നെ. ആകയാൽ ഔലിയാക്കളെ ആരാധിക്കുന്നവരെ പോലെ വഴികെട്ടവനും ബുദ്ധികെട്ടവനും ആര്? ആയത്ത് 17. അൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അവൻ വെള്ളമിറക്കി. ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹാ, എന്നിട്ട് താഴ്വരകൾ അവയുടെ കണക്കനുസരിച്ച് ഒഴുകി. ഒഴുകുന്ന ജലത്തിന്റെ ചെറുപ്പം വലിപ്പം ആഴം വീതി അനുസരിച്ച് വെള്ളം ഒഴുകി. പേജ് 870. ഫഹ്തമല സൈലു സബദർ റാബിയ, അങ്ങനെ ആ ഒഴുക്ക് പൊങ്ങി വരുന്ന നുരയെ വഹിച്ചു കൊണ്ടുവരുന്നു. ആഭരണമോ ഉപകരണമോ ആഗ്രഹിച്ച് ആളുകൾ തീരിട്ട് പഴുപ്പിക്കുന്ന ലോഹങ്ങളിലും അതുപോലെ നുരയുണ്ട്. അതായത് നുര രണ്ട് വിധം. മഴ പെയ്തുണ്ടാകുന്ന ഒഴുക്കിൽ വെള്ളത്തിൻ്റെ മേലെ ഉയർന്നു കാണുന്നതൊരു തരം, ലോഹങ്ങൾ തീരിട്ട് പഴുപ്പിക്കുമ്പോൾ ഉറഞ്ഞു പൊന്തുന്ന വേറൊരു തരം. ഇങ്ങനെ ഈ രണ്ട് വിധം നുരകളുണ്ടല്ലോ. ഉപകരണം എന്നിവിടെ പറഞ്ഞത് കത്തി, കൈക്കോട്ട്, മഴു, ആണി തുടങ്ങിയ സാധനങ്ങളാണ്. സത്യത്തെയും അസത്യത്തെയും അപ്രകാരം അല്ലാഹു ഉദാഹരിക്കുന്നു. ഹഖ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്നാണ്. അതിൻ്റെ വിപരീത പദമായ ബാത്തിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇളകിയാടുന്നതെന്നും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്നത് ഒരു ഉദാഹരണമാണ്. അത് വളരെ ഉറച്ച യാതൊരു മാറ്റവുമില്ലാത്ത വിഷയമാണല്ലോ. എന്നാൽ നുരയാകട്ടെ അത് ചവറായി പോകുന്നു. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതാകട്ടെ അത് ഭൂമിയിൽ നിലനിൽക്കുന്നു. വെള്ളത്തിന് മീതെയുള്ള നുരയും പതയും വരുന്നത് കാണുമ്പോൾ എന്തോ കാര്യമായതാണ് അതെന്നും മറ്റും തോന്നും. യഥാർത്ഥത്തിൽ അത് ഒന്നുമല്ല. നിമിഷങ്ങൾക്കത് നശിച്ചു പോകുന്നു. അസത്യവും അങ്ങനെ തന്നെ. സത്യത്തിന് മാറ്റമില്ല. യഥാർത്ഥ വെള്ളം ഭൂമിയിൽ ആഴ്ന്നിറങ്ങി മനുഷ്യനും ജീവികൾക്കും മറ്റും ഉപകരിക്കുന്നു. ലോഹങ്ങളിലെ നുരയും അതുപോലെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദാഹരണം ഒരു മഴ പോലെയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിച്ചാൽ
അതിൽ ഒരു ഭാഗം വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും മുളപ്പിക്കുന്നു. അവിടെ വരണ്ട പ്രദേശങ്ങളുണ്ടായിരിക്കും, അവ ആ വെള്ളം തടഞ്ഞു വെക്കും. എന്നിട്ട് അത് മൂലം അള്ളാഹു മനുഷ്യർക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ കുടിക്കുകയും കാലികളെ മേക്കുകയും കുടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു ഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞു വെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ഇല്ല. അള്ളാഹുവിൻ്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അത് അറിയുകയും ഇതരർക്ക് പഠിപ്പിക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എനിക്ക് അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെ ഉപമയാകുന്നു അത്. ബുഖാരി 79, മുസ്ലിം 6093. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ. അള്ളാഹു അപ്രകാരം ഉപമകൾ വിവരിക്കുന്നു. സലഫികൾ എക്കാലത്തും ഒന്നു തന്നെയാണ് പറയുന്നതെന്ന് ചിലർ ആക്ഷേപിക്കാറുണ്ടല്ലോ. അത് സത്യമാണ്. യഥാർത്ഥത്തിൽ അതൊരു പ്രശംസയാണ്. സലഫികൾ സത്യം പറയുന്നത് നിമിത്തം മാറ്റിപ്പറയേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. സലഫികളെപ്പറ്റി മേൽപ്രകാരം ആരോപിക്കുന്നവർ അസത്യം പറയുന്നവരായതുകൊണ്ട് സന്ദർഭം പോലെ മാറ്റിപ്പറയേണ്ടി വരുന്നു. അവരുടെ മാർഗഭ്രംശത്തിൻ്റെ അടയാളമാണത്. പേജ് നമ്പർ 871, ആയത്ത് 18. ലില്ലദീന ഇസ്തജാബു ലിറബ്ബിഹിമുൽ ഹുസ്ന. തങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിയവരോ അവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുണ്ട്. വല്ലദീന ലം യസ്തജീബു ലഹു ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി. റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങാത്തവരാരോ അവർ ഈ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടിയും അവർക്ക് ലഭിക്കുന്ന പക്ഷം അതൊക്കെയും അവർ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു. അത്ര ഭയങ്കരമാണ് അവർക്കുള്ള ശിക്ഷ. പിഴയടച്ച് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഉലൈക ലഹും സൂഉൽ ഹിസാബ്. കഠിന വിചാരണ അനുഭവിക്കുന്നവരാണവർ. വമഅവാഹും ജഹന്നം. അവരുടെ സങ്കേതം നരകമാകുന്നു. വബിഅസൽ മിഹാദ്. ആ താമസ സ്ഥലം എത്ര ചിത്ത. ആയത്ത് 19. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് തന്നെയാണ് സത്യമെന്ന് അറിയുന്നവൻ അന്ധനായിട്ടുള്ളവനെ പോലെയാണോ? അള്ളാഹു അവതരിപ്പിച്ചത് തന്നെയാണ് സത്യം, അതിനപ്പുറത്തുള്ളതൊന്നും സത്യമല്ല എന്ന് മനസ്സിലാക്കിയവൻ സൂര്യൻ്റെ വെളിച്ചത്തിൽ വഴി കണ്ടതുപോലെ ജീവിതത്തിൽ രക്ഷാമാർഗം കണ്ടെത്തിയവനാകുന്നു. അത് മനസ്സിലാക്കാത്തവൻ വഴി അറിയാതെ നട്ടം തിരിയുന്ന അന്ധനുമാകുന്നു. ഇവർ രണ്ടു കൂട്ടരും ഒരിക്കലും സമമല്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിച്ചു മനസ്സിലാക്കുകയുള്ളൂ. അവരെ ഉപദേശിച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കും, ചിന്തിക്കും, വിഷയം മനസ്സിലാക്കും, അതിനനുസരിച്ച് ജീവിക്കും, സ്വയം രക്ഷപ്പെടുകയും മറ്റുള്ളവർക്ക് വെളിച്ചം കാണിക്കുകയും ചെയ്യും. സൂര്യൻ്റെ പ്രകാശം എത്ര തെളിവുള്ളതാണ്, പക്ഷേ കണ്ണു തുറന്ന് നോക്കിയെങ്കിലല്ലേ വഴി കാണുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ പ്രകാശം കാണണമെങ്കിൽ മനസ്സ് തുറന്ന് ചിന്തിക്കണം, ഭൗതിക താല്പര്യങ്ങളില്ലാതെ. ആയത്ത് 20. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. അള്ളാഹുവിനോടുള്ള കരാർ നിറവേറ്റുകയും പ്രതിജ്ഞ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അള്ളാഹുവോടുള്ള കരാറിനെ സംബന്ധിച്ച് മുൻ സൂറത്തുകളിൽ ധാരാളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പല വിഷമഘട്ടങ്ങളിലും മനുഷ്യൻ അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുക്കാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് ഏറ്റവും വലിയൊരു പ്രതിജ്ഞയാണ്. നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തം കാര്യം ഏറ്റുപറയുന്ന വചനമാണത്. അതുപോലെ പലപ്പോഴും മനുഷ്യൻ വിഷമഘട്ടത്തിൽ പെടുമ്പോൾ അതിൽ നിന്ന് മുക്തി ലഭിച്ചാൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന വാക്ക് പറയാറുണ്ട്. മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആത്മാക്കളുടെ ലോകത്ത് ആദം സന്തതികളുടെ ആത്മാക്കളെ ഹാജരാക്കി ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയും അങ്ങനെ തന്നെ എന്ന് എല്ലാവരും മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കരാറുകളാകുന്നു. ഇതൊക്കെ ഭംഗിയായി നിറവേറ്റണം, ഒന്നും ലംഘിക്കരുത്. അങ്ങനെയുള്ളവർക്ക് ഖുർആന്റെ ഉപദേശം ഫലപ്പെടും.